എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ക്ലബ്ബുണ്ട്, യുവ എന്ന് പറയുന്ന ക്ലബ്ബ്. അപ്പോൾ യുവയിലെ കുറേ അംഗങ്ങളുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ക്ലബിൻ്റെ സെക്രട്ടറി ഷിയാസ് ഖാൻ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആൾ നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ക്ലബ്ബ് യുവയുടെ അംഗങ്ങളാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് ചെറിയൊരു പ്രോഗ്രാം മീൻ പൊള്ളിക്കുകയാണ് ഞങ്ങൾ. അതായത് തിലോപ്പിയാണ് മീൻ. ഇതാണ് ഞങ്ങളുടെ മീൻ. ഇവനെ ഒന്ന് ഞങ്ങൾ പൊള്ളിച്ച് വാഴയിലയിൽ പൊള്ളിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടീമംഗങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങളിലേക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് മീൻ തോട്ടിൽ നിന്ന് പിടിക്കാനാണ് ഉദ്ദേശിച്ചത്. അത് നടന്നില്ല, മഴ കാരണം. ഞങ്ങൾ മീനെ വേറെ പോയി മേടിച്ച് മുണ്ടക്കയത്ത് നിന്ന്. അത് വേണ്ടല്ലേ. നമ്മുടെ ക്ലബ്ബ് യുവ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് ചിറ്റടിയിൽ. ഞങ്ങൾ ക്ലബ്ബ് യുവയുടെ ആൾക്കാരെല്ലാം കൂടെ ഞായറാഴ്ച എല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേനും ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. മീൻ ചുട്ടേക്കാം എന്നുള്ള ചെറിയ പരിപാടി. ഞങ്ങളെല്ലാം കൂടെ ഈ തോടിൻ്റെ പരിസരത്ത് വന്നതാണ്. മീൻ പിടിച്ച് ചൂടാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോഴത്തേനും മഴയായി, മീൻ പിടുത്തം നടന്നില്ല. എന്നാൽ പിന്നെ ഒരു മീനെ മേടിച്ച് ചൂടാം എന്നുള്ള കാര്യമായിട്ട് ഉദ്ദേശിച്ച് ഞങ്ങൾ ഇപ്പോൾ ഇത് വന്ന് അതിൻ്റെ പണിപ്പുരയിലാണ്. കംപ്ലീറ്റ് പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഇട്ട് ബാക്കി മഴ പെയ്യുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനെ വാഴയിലയിൽ പൊള്ളിക്കാനാണ് നോക്കുന്നത്. ഈ മീനെ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാകുന്നതിന് വേണ്ടി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടാതെ ബെൽ ഐക്കണും അമർത്തുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥാപാത്രം. കണ്ടോളൂ, തിലോപ്പിയാണ് മീന്. നമ്മളിതിനെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് വരഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. മീൻ ഏകദേശം വരഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സവോളയുണ്ട്, അതുപോലെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളക് നമ്മുടെ ഇവിടെ എത്തുന്നേ ഉള്ളൂ. പച്ചമുളക് ഇപ്പോൾ എത്തുന്നുണ്ട്, പിന്നെ കറിവേപ്പില. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മസാല പുരട്ടി ഇതിനെ നമ്മൾ ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കും. ഒരു 4 സവാള, 2 തക്കാളി, ഒരു 5-6 പച്ചമുളക്, ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ഇത്ര സംഭവങ്ങളാണ് നമ്മളിതിന് വേണ്ടി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ടുള്ള മസാല നമ്മൾ ചേർത്ത് ഇതിനെ റെഡിയാക്കാൻ പോവുകയാണ്. നമ്മളിത് മസാല ഇതിനകത്ത് പുരട്ടിയിട്ടുണ്ട്. ഇത് ചേർത്തിരിക്കുന്ന മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നമ്മൾ ഈ മീൻ കംപ്ലീറ്റ് നമ്മൾ പുരട്ടിയിട്ടുണ്ട്. ഇതൊരു നമ്മളൊരു അരമണിക്കൂർ ഇതിനെ നമ്മളൊന്ന് ഇത് പിടിക്കാനായിട്ട് നമ്മൾ വെക്കും. അപ്പോൾ നമ്മളിത് മീനിവിടെ ഒരു അരമണിക്കൂർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട് ഇവിടെ, ക്ലബ്ബ് യുവ എന്നാണ് എൻ്റെ പേര്. ആ ക്ലബ്ബ് യുവ എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ നമ്മുടെ പ്രളയത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു കുറച്ച് ചെറുപ്പക്കാർ ദുരിതാശ്വാസ സാധനങ്ങൾ ആയിട്ട് ക്യാമ്പുകളിൽ പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു കുറച്ച് ആൾക്കാർ ചേർന്ന് രൂപീകരിച്ചൊരു ക്ലബ്ബാണ് ക്ലബ്ബ് യുവ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വിനോദ പ്രവർത്തനങ്ങളിലും അതുപോലെ ക്ലീനിങ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സാമൂഹ്യ പ്രവർത്തനം, അതായത് ഞങ്ങളൊരു 50-55 ചെറുപ്പക്കാർ
ഈ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഈ ഒരു യുവതലമുറയെ കൂട്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കംപ്ലീറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന തോടൊക്കെ ഞങ്ങളൊക്കെ ചാടി കുളിച്ച് വളർന്നിട്ടുള്ള തോടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളുടെ ഒരു ചെറുപ്പകാലത്തെ നമ്മുടെ ഓർമ്മകളും കൂടെ ഇതുമായിട്ട് ഇതിനോടൊപ്പം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം മസാല പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇതിനെ നമ്മളൊരു പകുതി വേവിന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അടുത്തായിട്ട്. അപ്പോൾ അതിനുള്ള ഞങ്ങൾക്കിവിടെ സൗകര്യങ്ങൾ കുറവാണ്. കല്ല് റെഡിയാക്കണം, അതുപോലെ വിറക് വേണം. ഞങ്ങളുടെ ടീമുകൾ പിള്ളേരെല്ലാം കൂടെ അതിനുള്ള പരിപാടിക്ക് പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ അടുപ്പ് ഇവിടെ റെഡിയാക്കും. അപ്പം അടുത്തത് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകും. അങ്ങനെ അടുപ്പും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. വിറകൊക്കെ എത്തിച്ചു. നമ്മുടെ പ്രസിഡന്റ് വലിയ തടി തന്നെയാണ് എത്തിച്ചത്. നമ്മുടെ അടുപ്പെല്ലാം റെഡിയായി. വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ മീനൊന്ന് പകുതി വേവിന് ഫ്രൈ എടുക്കാൻ പോകാം. തീ കുറച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. പകുതി വേവിനാണ് നമ്മളിത് ഫ്രൈ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഈ മീൻ ഈ രീതിയിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പകുതി വേവിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫുള്ള് വേവായി കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല. ഇത് പൊള്ളിക്കുന്നതിനുള്ള ഗ്രേവി റെഡിയാക്കാൻ പോവാണ്. അപ്പം അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടാണ്. ചിറ്റടിയിലെ ക്ലബ്ബ് യുവയുടെ സമർത്ഥരായ പ്രവർത്തകരെല്ലാം ഒരു ഞായറാഴ്ച വളരെ ഭംഗിയായിട്ട് തന്നെ ചില ഭക്ഷണക്രമങ്ങൾ ക്രമീകരിക്കുകയാണ്. നമുക്കറിയാം, ചെറുപ്പകാലത്ത് തുടങ്ങിയ ചില സൗഹൃദങ്ങൾ ജീവിത പ്രാരാബ്ധത്തിൻ്റെ ഭാഗമായി വിദേശത്തേക്ക് പോവുകയും തങ്ങളുടെ 4 മുറിച്ചുവരിൽ ഒഴിച്ചുകൂട്ടി തുടങ്ങിയ ചില നല്ല വിഭവങ്ങൾ ഇന്ന് ചിറ്റടിയുടെ സമൂഹ മധ്യത്തിലേക്ക് അവർ തുറന്നു കാട്ടുകയാണ്. വീടുകളിൽ തിരക്കിട്ട പലതരം മീൻ കറികൾ നമ്മൾ കൂട്ടുന്നുണ്ടെങ്കിലും മീൻ പൊള്ളിച്ച എന്നൊരു വിഭവം ഇവിടെ നിൽക്കുന്ന യുവാക്കൾക്കെല്ലാം വളരെയധികം അത്ഭുതം പകരുന്ന ഒരു വിഭവമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇനം ശരിക്കും ഫേസ്ബുക്ക് പോലുള്ള നവമാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു സാധനം ഉണ്ടാക്കിക്കൂടാ എന്ന ക്ലബ്ബ് യുവയുടെ വലിയൊരു ചിന്ത അതിൻ്റെ സെക്രട്ടറി തന്നെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചയിലെ തിരക്കിൻ്റെ അവസാന ദിവസമായ ഞായറാഴ്ച എല്ലാവരും അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന നല്ലൊരു സമയത്ത് ചിറ്റടിയിൽ എത്തിച്ചേരുകയും നല്ലൊരു മീനിനെ അതിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ച് വാങ്ങി അതിനെ വൃത്തിയാക്കി പൊരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മീൻ പൊള്ളിച്ച് കഴിഞ്ഞോ? മീൻ ഫ്രൈ ആയ വിവരമാണ് നമ്മുടെ സെക്രട്ടറി കുക്ക് നമ്മളോട് സൂചിപ്പിക്കുന്നത്. അതിന് വേണ്ടുന്ന ഗ്രേവിക്ക് വേണ്ടുന്ന ഓരോരോ ഐറ്റങ്ങൾ അദ്ദേഹം ചേർത്തു. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള എന്നിവയെല്ലാം അതിൻ്റെ ക്രമം അനുസരിച്ച് അദ്ദേഹം ചേർത്തിരിക്കുകയാണ്. അല്പം വെളിച്ചെണ്ണ കൂടി വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കാൻ വേണ്ടി ഖജാൻജി ജോഷിനെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഊർജ്ജം പകരാൻ വേണ്ടി ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ ശങ്കർ ഇത്രയും നേരം ഇവിടെ കിടന്നുകൂതുകയായിരുന്നു. അദ്ദേഹം വെള്ളത്തിലിറങ്ങി അതിന് ആവേശം നൽകുന്നുണ്ട്. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ മസാലയ്ക്ക് ആവശ്യമുള്ള പൊടി ഐറ്റംസ് ചേർക്കുവാണ്. അതായിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നു.
അടുത്തായിട്ട് മുളക് പൊടി, പിന്നെ ഫിഷ് മസാല കൂടെ തന്നെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മുളക് പൊടി ഇടുന്നുണ്ട്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് നമ്മളിടുന്നത്. തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാലും കോര പറിച്ചാട്ടേ, കതിരാടും മിഴിയാളേ, തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാലും കോര പറിച്ചാട്ടേ. താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ, താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ, താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ, താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ. താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ, തമ്പുരാനെത്തിടും മുന്നേ കരിഞ്ഞാലും കോര പറിച്ചാട്ടേ. വട്ടമന്തിന്നോളേ ചുന്നുള്ളവ മുറുക്കി ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ മീൻ പൊള്ളിച്ചതിൻ്റെ. അപ്പോൾ ഇത് ഇത്രയും സംഭവം നമ്മൾ ചെയ്തുള്ളൂ. ഫ്രൈ ചെയ്ത മീൻ മസാല റെഡിയാക്കി അതിനെ വാഴയില വെച്ച് നമ്മൾ പൊതിഞ്ഞ് കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഇരിക്കുന്ന അപ്പച്ചമ്പിൽ നമ്മളിത് പൊള്ളിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പാത്രം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ ഫ്രൈ പകുതി വേവിലാണ് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ വേവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഈ പാത്രത്തിൽ വെച്ചിട്ട് ആവി അടുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വാഴയിലക്കകത്ത് വെക്കുമ്പോൾ വാഴയിലയുടെ ഒരു ടേസ്റ്റും ഈ ആവിയും കൂടെ ആകുമ്പോൾ ഈ ഫിഷ് പൊള്ളിച്ചത് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാഴയില യൂസ് ചെയ്യുന്നതിന്. ഈ വെള്ളം തിളയ്ക്കാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മളിതിൽ വെച്ച് ഇത് പൊള്ളിക്കാൻ പോവാണ്. ഇതിൽ വെച്ച് ഇനി ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിതിനെ ആവി കൊള്ളിച്ചെടുക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു ഐക്യം ഞങ്ങൾ ഇതിനോടൊപ്പം കാണിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. മറ്റു തരത്തിലുള്ള വീഡിയോകളുണ്ടാവും. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമ്മുടെ ക്ലബ് യുവയുടെ അംഗങ്ങളാണ് ഇരിക്കുന്നത്. ക്ലബ് യുവ.